ഹായ് വിജയകുമാർ. ഹായ്. ഹലോ. ഹായ്. ഗുഡ് ഈവനിങ്. അപ്പോൾ ഇനി 39 ദിവസം അല്ലേ ഹാഷ്മി? 39. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് അടിവെച്ച് കയറുകയാണ്. വോട്ട് ഇട്ട് കഴിഞ്ഞാൽ, വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും ഒരു 34 ദിവസത്തെ കാത്തിരിപ്പുണ്ട്. അതാണ് അത് റിസൾട്ട് വരുമ്പോഴേക്ക് ആളുകൾ ഇതൊക്കെ മറന്നു പോകും എന്നൊക്കെ ആശങ്ക. എന്റെ ആശങ്ക ഈ ബാക്കി 34 ദിവസം നമുക്ക് പ്രേക്ഷകർക്ക് എന്ത് കൊടുക്കുന്ന ഒരു ആശങ്ക. അപ്പോൾ നമ്മൾ ഉത്തർപ്രദേശ് ഉണ്ട്, ബീഹാർ ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, അങ്ങനെ അങ്ങ് പോകും. എന്നാലും കേരളം പോലെ ആവോ? ഇല്ല. എന്നാലും ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണല്ലോ, പൊതു തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ രാജ്യത്തെ കാറ്റ് എന്ത് എന്നറിയാനുള്ള ആകാംക്ഷ ആ 34 ദിവസം നമുക്ക് തീർക്കാം അല്ലേ? ഉറപ്പായും. അപ്പൊ എന്ന് പറഞ്ഞാൽ 87% പിന്തുണയുമായി റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ വീണ്ടും അധികാരത്തിൽ വന്ന ദിവസമാണ്. വ്യാജ തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയും കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിലും പുടിന് കുലുക്കമില്ല. $10 മെയിലിൻ വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന അമേരിക്ക പോലെയല്ല റഷ്യ എന്നാണ് ജയിച്ച ശേഷം പുടിൻ വാർത്താ സമ്മേളനത്തിൽ തിരിച്ചടിച്ചത്. ലോകം പുടിന്റെ വിജയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്. കർണാടക മുൻ മുഖ്യമന്ത്രിയും മഞ്ചേശ്വരത്തിന് തൊട്ടപ്പുറം ജനിച്ചു വളർന്നയാളുമായ സദാനന്ദ ഗൗഡ BJP വിട്ടു കോൺഗ്രസിൽ എത്തുമോ എന്നതാണ് ഒരു വലിയ രാഷ്ട്രീയ ചോദ്യം. അതിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പണി തുടങ്ങിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ DGP രാജീവ് കുമാറിനെ മാറ്റി. 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാർക്ക് മാറ്റമുണ്ട്. നമ്മൾ അങ്ങനെ പ്രവേശിക്കുകയാണ് ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക്. ഇലക്ഷൻ സ്റ്റണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നേരത്തെ പറഞ്ഞ പോലെ മണിക്കൂർ വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗം അങ്ങനെ ചൂട് പിടിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പക്ഷേ ചൂടുള്ള വാർത്തയിലേക്കല്ല, ചൂടോടെ പിൻവലിച്ച ചില പോസ്റ്റുകളിലേക്കാണ്. ഇലക്ഷൻ ഹോട്ട്. അപ്പോൾ ആ കഥ ഇങ്ങനെയാണ്. വേലയിലിരുന്നതെടുത്ത് കഴുത്തിലിട്ട നിലയിലായി ഇന്ന് തൃശ്ശൂരെ 2 സ്ഥാനാർത്ഥികൾ. സുരേഷ് ഗോപിക്ക് വേണ്ടി കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആ ഗോപിയല്ല ഈ ഗോപിയെന്നും ഫേസ്ബുക്കിൽ കുറിച്ചത് മകൻ രഘു ആയിരുന്നു. വലിയ ചർച്ചയായതോടെ അത് പിൻവലിക്കുകയും ചെയ്തു അദ്ദേഹം. ഇനി മറുവശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംബാസിഡറായ ടോവിനോയുടെ ചിത്രം വെച്ചുള്ള പോസ്റ്ററിൽ ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വീട്ടിലായി. താരത്തിന്റെ അതൃപ്തി താരം അത് അറിയിച്ചു. തുടർന്ന് ആ ഡിജിറ്റൽ പോസ്റ്റർ അങ്ങ് പിൻവലിച്ചു. വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ പറഞ്ഞും ചെയ്തും കുടുങ്ങുന്നവരുടെ എണ്ണത്തിന് ഇപ്പോഴും ഒരു കുറവില്ല. ചുട്ടുപൊള്ളുന്ന ചൂടാണ് തൃശ്ശൂരിൽ. അതിലേറെ കാഠിന്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇതിനിടയിലെടുത്ത ഒരു ഫോട്ടോയിൽ വെട്ടിലായി ഇടതു സ്ഥാനാർത്ഥി. കലാമണ്ഡലം ഗോപിയാശാനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ BJP സ്ഥാനാർത്ഥിയും പ്രതിരോധത്തിലാണ്. പൗരപ്രമുഖരെ ഒപ്പം നിർത്താൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടമാണ് തൃശ്ശൂരിൽ. സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ അടുത്ത ബന്ധമുള്ള ഡോക്ടർ കലാമണ്ഡലം ഗോപിയെ നിർബന്ധിച്ചെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ മകൻ രഘു തന്നെയാണ്. പത്മഭൂഷണൊക്കെ വേണ്ടേ എന്ന് പ്രലോഭിപ്പിച്ചു എന്നായിരുന്നു രാവിലെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഗോപിയല്ല ഈ ഗോപി എന്നു തുടങ്ങിയ പോസ്റ്റ് ഇടതു ഹാൻഡിലുകൾ ഏറ്റെടുത്തു. പിന്നാലെ രഘു പോസ്റ്റ് പിൻവലിച്ചു. ഇടത് അനുഭാവിയായ രഘു അച്ഛന്റെ താല്പര്യപ്രകാരമല്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും വ്യക്തമാക്കി. പ്രചാരണത്തിന്റെ ഭാഗമായി ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും പാർട്ടി പറഞ്ഞാൽ ഗോപിയാശാനെ കാണുമെന്നുമായി സുരേഷ് ഗോപി. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ടു വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് സൈറ്റിലെത്തി ടൊവിനോ തോമസിനെ കണ്ട ശേഷമാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആവേശം അല്പം കൂടി ചിത്രത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂടി ചേർത്തു. ഇതോടെ ഇലക്ഷൻ കമ്മീഷന്റെ അംബാസഡറായ തന്റെ ചിത്രം പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് താരം അറിയിച്ചു. പിന്നാലെ VS സുനിൽകുമാറും പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ സൈബർ ഹാൻഡിലുകൾ സുനിൽകുമാറിനെ വെറുതെ വിട്ടില്ല. അപ്പം ഞാനും ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളോട് നിർദ്ദേശം കൊടുത്തു. സുരേഷ് ഗോപിയെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോപിയാശൻ്റെ മകൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നത്. VS സുനിൽകുമാർ ടൊവിനോയുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. 24 തൃശൂർ. പറഞ്ഞു കൊടുങ്ങുന്നവരുടെ എണ്ണം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ധാരാളമാണ്. വലിയ വില കൊടുക്കേണ്ടി വന്ന ചരിത്രവും നമുക്കറിയാം അല്ലേ? വാക്ക് പലത് അല്ലേ? എന്നാലും നമ്മുടെ രൗദ്രഭീമനായും രാവണനായും നളനായും ഒക്കെ
അഭിനയത്തിന്റെ മഹാവിസ്മയമായ ഗോപിയാശാനോടൊക്കെ പോയി പത്മഭൂഷൺ പറഞ്ഞ് അതാണ് വോട്ട് ഏത് ചോദിച്ചതിനപ്പുറമാണ്. അതാണ് വോട്ട് ഏത് ഡോക്ടറാണ്? ചോദിച്ചതിനപ്പുറം സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ചു എന്നത് വേറെ കാര്യം. അപ്പുറത്തേക്ക് ആശീർവദിക്കണമെന്ന് പറയുന്നതും പത്മഭൂഷൺ വേണ്ടേ എന്ന് ചോദിക്കുന്നു. ഡോക്ടർ ആരാണെന്നൊരു അറിയാനൊരു കൗതുകം ആകാംക്ഷ പലരും പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും മഹാനുഭാവന് നല്ല നമസ്കാരം എന്ന് പറയാം. അതെ, അത്രേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. അതെ. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പായും. 10-20 ഒക്കെ കൊടുത്താൽ വോട്ട് കിട്ടുമെന്ന് പണ്ട് നാട്ടിൻപുറത്തൊരു കഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഗതി അങ്ങനല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകർ സജീവമായതോടെ സ്ഥാനാർത്ഥി മേലനങ്ങി പണിയെടുക്കണമെന്ന നിലയിലെത്തിയിട്ടുണ്ട്. കാണാം വോട്ടിന്റെ ആ വലിയ വില. എന്ന് പറഞ്ഞാൽ അഭ്യാസങ്ങളോട് അഭ്യാസമാണ്. തെരഞ്ഞെടുപ്പായ സ്ഥാനാർത്ഥികൾ പല തരത്തിൽ പല ഘട്ടത്തിൽ അഭ്യാസികളാകും. 4 വോട്ട് പെട്ടിയിലാക്കാൻ നടത്തുന്ന അഭ്യാസങ്ങൾ പലവിധ കാഴ്ചകളുമാണ്. അത്തരമൊരു കൗതുക കാഴ്ചയാണിനി. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ വോട്ട് തേടുന്നതിനിടെ ഓട്ടോറിക്ഷയിൽ കയറിയത് ഒരു കൗതുക കാഴ്ചയായി. അയൽ മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് എത്തിയാൽ അവിടെ BJP സ്ഥാനാർത്ഥി V മുരളീധരൻ ഒരു പടി കൂടി കടന്ന് ക്രിക്കറ്റ് കളിക്കാൻ റോഡിലിറങ്ങി. ആ കാഴ്ചയിലേക്ക്. വില കൂടിയ കാറുകളിലാണ് സാധാരണഗതിയിൽ ശശി തരൂരിനെ കാണാറുള്ളത്. ഓട്ടോറിക്ഷ പിടിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിനും തയ്യാറാണെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കും. നമ്മൾ വഴിച്ചക്കാട് വരെ പോയല്ലേ ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് എവിടെയാണ്? പിന്നെ ഒരു കല്യാണത്തിലും പാർട്ടിക്കാരുടെ കല്യാണം. പ്രസ് ക്ലബ്ബിലെ പൊതുപരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശശി തരൂരിനെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ സമീപിച്ചു. ഒരിക്കലെങ്കിലും തന്റെ വാഹനമായ ഓട്ടോറിക്ഷയിൽ കയറണമെന്നും ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കാലം, ചുറ്റും ക്യാമറകൾ. മറുത്തൊന്നും പറയാതെ തരൂർ ഓട്ടോറിക്ഷയിൽ കയറി. ഞങ്ങളുടെ ജീവിതം ആകുമല്ലോ. താങ്ക് യു. അയൽ മണ്ഡലമായ ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി V മുരളീധരൻ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയത് യുവാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി. കാട്ടാക്കടയിലെ ക്രിക്കറ്റ് ടൂർണമെന്റ് മത്സരം ഉദ്ഘാടനം ചെയ്യാനെത്തിയതാണ് സ്ഥാനാർത്ഥി. വേദിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ യുവാക്കൾ ക്രിക്കറ്റ് കളിക്കാൻ ക്ഷണിച്ചു. ശേഷം കഥ ഇങ്ങനെ. ഈ ബാറ്റ് തന്നെ എനിക്ക് ശീലമില്ലാത്ത ഇങ്ങനെയാണ് ഇപ്പൊ ഏതായാലും തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ നിരവധിയുള്ളതിനാൽ വരും ദിവസങ്ങളിലും ഇത്തരം അഭ്യാസങ്ങൾ കാണാം. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ബാറ്റ് തന്നെ ശീലമില്ലാത്ത ബാറ്റാണ്. അപ്പൊ പണ്ട് മടൽ വെട്ടിട്ടായിരുന്നു MRF പലക മടൽ. ഈ V മുരളീധരൻ പറയുന്നുണ്ട്, അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. പക്ഷേ പിന്നീട് കുറെ കാലമായി ഇത് ടെലിവിഷനിൽ കാണുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതെ അതെ അദ്ദേഹം ആ സമയത്ത് കളിച്ച സമയത്ത് ബാറ്റല്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ജാസ്മിൻ പറയാണ്, വേലിയിലിരുന്നത് കഴുത്തിലിട്ടെന്നല്ലല്ലോ പഴമൊഴി എന്ന് പറയുന്നത്. അങ്ങനെ അല്ല, പക്ഷെ പറയണമല്ലോ. ഞാൻ പറഞ്ഞത് അത്ര സഭ്യമല്ല അല്ലേ? അങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ലേ? അപ്പോ ത്രികോണ മത്സരങ്ങളെ കുറിച്ച് പറയുന്നതിനിടയ്ക്ക് ഒരു ചതുഷ്കോണം ഉണ്ട് എന്ന് പറയുന്ന മണ്ഡലത്തെ പരിചയപ്പെടാം. നോക്കാം ശരിക്കും ചതുഷ്കോണം അവിടെ ഉണ്ടോ എന്ന്. മണ്ഡല പരിചയം. ഇടതുമുന്നണിക്കായി ലോനപ്പൻ നമ്പാടനും ഇന്നസെന്റും അട്ടിമറി ജയം നേടിയിട്ടുള്ള ചാലക്കുടി UDFന് ചരിത്രപരമായി മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. കെ കരുണാകരൻ EMSന്റെ മകൻ EM ശ്രീധരനെ തോൽപ്പിച്ച മുകുന്ദപുരമാണ് ചാലക്കുടിയായി പിന്നീട് മാറിയത്. ഇപ്പോൾ BJPയിലെത്തിയ പത്മജ വേണുഗോപാലും ഇവിടെ കോൺഗ്രസിനായി മത്സരിച്ച് തോറ്റിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ തരംഗത്തിൽ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ വിജയിക്കുന്നത്. ഇക്കുറി പ്രൊഫസർ C രവീന്ദ്രനാഥിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് LDF ലക്ഷ്യം. NDAക്ക് വേണ്ടി BDJSന്റെ KA ഉണ്ണികൃഷ്ണനും 2020ക്കായി അഡ്വക്കേറ്റ് ചാർലി പോളും ഇറങ്ങിയതോടെ ചതുഷ്കോണ മത്സരമാണ് ചാലക്കുടിയിൽ. പേര് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി എന്നാണെങ്കിലും ഹൃദയം എറണാകുളമാണ്. എറണാകുളത്തെ UDFന്റെ 4 ഉരുക്കുകോട്ടകളായ മണ്ഡലങ്ങളാണ് എക്കാലത്തും ചാലക്കുടിയുടെ ഗതി നിർണ്ണയിക്കുന്നത്. പണ്ട് മുകുന്ദപുരമായിരുന്ന കാലം മുതൽ തന്നെ ഈ മേൽക്കോയ്മ മറികടന്ന
വിജയം കൈവരിച്ച ചരിത്രമാണ് LDFന് പ്രതീക്ഷ. BDJസിന് മാത്രമല്ല 2020ക്കും ഇത് ചിലതൊക്കെ തെളിയിക്കാനുള്ള അരങ്ങുകൂടിയാണ്. 1957 മുതൽ 2004 വരെ മുകുന്ദപുരം. ആദ്യ തെരഞ്ഞെടുപ്പിൽ നാരായണൻകുട്ടി മേനോനിലൂടെ വെന്നിക്കൊടി പാറിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നീട് LDFും UDFും മാറി മാറി വന്നു. 2009 മണ്ഡല പുനർനിർണയത്തിൽ മുകുന്ദപുരം മാറി ചാലക്കുടിയായി. 2014 ഇന്നസെന്റിലൂടെ LDF മണ്ഡലം തിരിച്ചുപിടിച്ചു. വീണ്ടും ഇന്നസെന്റിനെ ഇറക്കിയെങ്കിലും 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് ബെന്നി ബെഹ്നാനെ ചാലക്കുടി വിജയിപ്പിച്ചത്. ഇത്തവണയും ചാലക്കുടി ബെന്നി ബെഹ്നാനെ തന്നെ ഏൽപ്പിക്കുമ്പോൾ പ്രതീക്ഷകളേറെയാണ് UDFന്. രാഷ്ട്രീയത്തിനപ്പുറം ബെന്നിച്ചേട്ടനാണ് ചാലക്കുടിക്കാർക്ക് ബെന്നി ബെഹ്നാൻ എന്നതു തന്നെ പ്രധാന കാരണം. ആത്മവിശ്വാസത്തിന് കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് ലഭിച്ച സ്വീകാര്യത, എനിക്ക് ലഭിച്ച പിന്തുണ, എനിക്ക് ലഭിച്ച അനുഗ്രഹാശംസകൾ. ഇടതുപാളയത്തിലെ എതിരാളി നിസ്സാരക്കാരനല്ല. 1ാം പിണറായി മന്ത്രിസഭയിലെ കരുത്തനായ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് തുടക്കം കുറിച്ച് കേരളത്തിലെ സ്കൂളുകളെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയ ആൾ. തുടക്കത്തിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം 1-2 റൗണ്ട് പര്യടനം കഴിഞ്ഞപ്പോൾ ഉണ്ടാവുകയാണ്. NDAയിൽ BDJസിനാണ് സീറ്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6% വോട്ട് വർധനയാണ് NDAക്കുണ്ടായത്. ഇത്തവണത്തെ സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണനിലൂടെ നില മെച്ചപ്പെടുത്താനാണ് NDAയുടെ ശ്രമം. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അഴിമതി നിറഞ്ഞ ദുർഭരണത്തിനെതിരെ കേരളത്തിൽ ദേശീയ ജനാധിപത്യത്തിന് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വിചാരിക്കുന്നു. 2020ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചാർലി പോളും മത്സരരംഗത്തുണ്ട്. 2020 പിടിക്കുന്ന വോട്ടുകൾ 3 മുന്നണികൾക്കും നിർണായകമാകും. പത്മജ വേണുഗോപാലിനെ 1,00,000 വോട്ടിന് തോൽപ്പിച്ച ലോനപ്പൻ നമ്പാടൻ, E. ശ്രീധരനെ 1/2 വോട്ടിന് തോൽപ്പിച്ച K. കരുണാകരൻ, P. ഗോവിന്ദപിള്ളിയും V. വിശ്വനാഥമേനോനും AP കുര്യനുമൊക്കെ മത്സരിച്ചിട്ടും വിജയിച്ചു കയറാനാകാത്ത ഇടതു ചരിത്രവുമുണ്ട് ഈ മണ്ഡലത്തിന്. അതുതന്നെയാണ് ചാലക്കുടിയുടെ പ്രവചനാത്മകതയും. ക്യാമറമാൻ സച്ചിനൊപ്പം അശ്വിൻ പാലാഴി, 24. ഹാഷ്മി, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ചാലക്കുടി മണ്ഡലം അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാം. അതിൽ ഈ 2020ക്ക് സ്വാധീനമുള്ള ചില മേഖലകളിൽ ആ മണ്ഡലം കടന്നു പോകുന്നുണ്ട്. അവിടെ ചാർലി പോൾ ഒരു വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ, 2020 പിടിക്കുന്ന വോട്ടുകൾ അത് വളരെ ക്രൂഷ്യലാവും. അത് എത്ര വോട്ട് ഏതൊക്കെ മുന്നണിയിൽ നിന്ന് അടർത്തി മാറ്റും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിജയകുമാർ, ആ മണ്ഡലത്തിന് കിടപ്പ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ചന്ദ്രാപ്പന്നി മുതൽ മലക്കപ്പാറ വാൽപ്പാറ വരെ നീണ്ടു കിടപ്പാണ്, നീണ്ട് പരന്ന് കിടപ്പാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ കടലുണ്ട്, കായലുണ്ട്, മലയോരമുണ്ട്, തീരദേശമുണ്ട്, സമതലമുണ്ട്, മെട്രോ വരെ ഉണ്ട്. മെട്രോ നമ്മുടെ ഭാഗം, എയർപോർട്ട് അവിടെയാണ്. അപ്പോൾ എനിക്കൊന്ന് ഇത്രത്തോളം വല്ലാതെ കിടക്കുന്ന ഒരു മണ്ഡലം സവിശേഷമായ ഭൂമിശാസ്ത്രമാണ് ആ മണ്ഡലത്തിൽ. മൊത്തം ചാർലി പോളിന്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ചാർലി പോൾ അവിടുത്തെ ക്രൈസ്തവ സംഘടന സമിതി സഭ, അവരുടെ യുവജന സംഘടനകൾ വലിയ സ്വാധീനം, പള്ളികളിൽ സ്വാധീനമൊക്കെ ഉള്ള ഒരു അത്യാവശ്യം കരുത്തനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ബലിയാടായി നിൽക്കുന്ന ഒരാളല്ല അദ്ദേഹം. എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് LDF സ്ഥാനാർത്ഥിയാകാൻ ദീർഘനാളത്തെ ആഗ്രഹമൊക്കെ കൊണ്ടുവരുന്ന ആളൊക്കെ അതിനുവേണ്ടി ഒരുങ്ങിയിറങ്ങിയ ആളാണ്, സ്വാധീനമുള്ള ആളാണ്. പറയുന്ന പോലെ അന്ന് ഇന്നസെന്റ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ അന്ന് ഈ ജനസേവ ശിശുഭവന്റെ ഒരു പേര് ഹുസൈൻ മുഹമ്മദ് പേര്, അന്ന് അത് 35,000 വോട്ട് പിടിച്ചു. എന്ന് പറയുന്ന പോലെ അതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ചാർലി പോൾ എന്നാണ് പറയപ്പെടുന്നത്. ആരുടെ വോട്ടാണ് ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ ചതുഷ്കോണ മത്സരം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ അന്വേഷിച്ചത്. ശക്തരായ 4 സ്ഥാനാർത്ഥികൾ അവിടെ, അതാണ് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്. അപ്പോൾ അവരല്ല, ഞങ്ങളായാൽ കഥ മാറുമെന്നാണ് എല്ലാവരും തെരഞ്ഞെടുപ്പിൽ പറയുന്നത്. അവരും കൊള്ളാം, ഞങ്ങളും കൊള്ളാം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? കാണാം. മാന്യമഹാജനങ്ങളെ, അപ്പോ കേരള കോൺഗ്രസുകൾ തമ്മിൽ അങ്ങനെ മത്സരിക്കുമ്പോൾ അത് സൗഹൃദ മത്സരമാകുമോ അതോ കടുത്ത പകയൊക്കെയുള്ള ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ പോലെ ആകുമോ എന്നാണ് ചോദ്യം. കോട്ടയത്ത് ഏതായാലും മത്സരം ഇരുത്തം വന്ന 2 സുഹൃത്തുക്കൾ തമ്മിലാണ്. 2 കേരള കോൺഗ്രസുകൾക്കും കോട്ടയത്ത് വിജയം അവരുടെ അഭിമാന പ്രശ്നമാണ്. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിന് നടുവിലും സൗഹൃദം മുറിയാതിരിക്കാൻ ഇരുവരും ശ്രദ്ധ തുടരുന്നുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു കാഴ്ച. വളരും തോറും പിളരുമെന്നും പിളരും തോറും വളരുമെന്നും കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് സാക്ഷാൽ KM മാണിയാണ്. അതുകൊണ്ട് തന്നെ ഏത് മുന്നണിയിൽ പോയാലും കേരള കോൺഗ്രസുകാർ എന്നും കേരള കോൺഗ്രസുകാർ തന്നെയാണ്. കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിൽ നേർക്കുനേർ പോരാടുമ്പോൾ ഈ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സൗഹൃദവും ചർച്ചയാവുകയാണ്.
20 വർഷത്തെ പഴക്കമുണ്ട് ഈ സൗഹൃദത്തിന്. അതുകൊണ്ട് തന്നെ പരസ്പരം മത്സരിക്കേണ്ടി വന്നെങ്കിലും ആ സൗഹൃദത്തിന് കോട്ടമൊന്നും തട്ടിയിട്ടില്ല. പ്രചാരണവേളകളിൽ ഒരുമിച്ച് വേദി പങ്കിടേണ്ടി വരുമ്പോഴെല്ലാം ആ സൗഹൃദം അവർ പുതുക്കാറുണ്ട്. വ്യക്തിഹത്യകൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരുവർക്കും പരസ്പരം ബഹുമാനം മാത്രം. ഞാൻ MLA ആയിരിക്കുന്ന അവസരത്തിൽ ഫ്രാൻസിസ് ജോർജ് MP ആയിരുന്നു. ആ അവസരത്തിലും ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ ഒരേ പാർട്ടിയിൽ പ്രവർത്തിച്ചു. സൗഹൃദത്തിന് യാതൊരു കുറവുമില്ല, ഒരു കുഴപ്പമില്ല. അത് മുൻപും ഇപ്പോഴും എന്നും ഉണ്ടായിരിക്കും സൗഹൃദം. സൗഹൃദം മനസ്സിലുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയം മാത്രമാണ് ഇരുവരുടെയും ലക്ഷ്യം. പാർട്ടിയെയും മുന്നണിയെയും സൗഹൃദത്തിനു വേണ്ടി തോൽപ്പിക്കാൻ ഇരുവരും തയ്യാറല്ല. ഇപ്പോൾ 2 പാർട്ടിയാണ്, 2 മുന്നണിയാണ്. അദ്ദേഹത്തിന് ആ മുന്നണിയിൽ നിന്ന് മത്സരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതേപോലുള്ള അവകാശം എനിക്കുമുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ വൈരത്തിന്റെ മേഖലയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടുത്തെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് UDF LDF തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ LDFനെ പരാജയപ്പെടുത്തണം എന്നുള്ള ഉറച്ച നിലപാടോടുകൂടിയാണ് UDF പോകുന്നത്. സൗഹൃദം പോലെ തന്നെ തോമസ് ചാഴിക്കാടനും ഫ്രാൻസിസ് ജോർജും തമ്മിൽ സമാനതകളും ഏറെയാണ്. ബാങ്ക് ജീവനക്കാരായ ഇരുവരും അപ്രതീക്ഷിതമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 8ാം മത്സരത്തിനാണ് ഇരുവരും കോട്ടയത്ത് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നതും. 1991 ഏറ്റുമാനൂരിൽ തോമസ് ചാഴികാടൻ മത്സരിക്കാനെത്തിയത് സഹോദരൻ ബാബു ചാഴികാടന്റെ മരണത്തെ തുടർന്ന്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായ KM ജോർജിന്റെ മകൻ എന്ന മേൽവിലാസത്തിലാണ് ഫ്രാൻസിസ് ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശം. KM മാണിയാണ് ചാഴികാടനെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. ഫ്രാൻസിസ് ജോർജ് PJ ജോസഫിന്റെ ശിഷ്യൻ എന്ന നിലയിൽ പേരുകേട്ടു. ഇത്തവണ മത്സരത്തിനെത്തുമ്പോൾ മുന്നണികളിൽ മാത്രം ചെറിയ മാറ്റം. നാളിതുവരെ UDFനൊപ്പം മത്സരിച്ച ചാഴികാടൻ ഇത്തവണ ഇടത് സ്ഥാനാർത്ഥിയാണ്. ലോക്സഭയിലേക്ക് LDFനു വേണ്ടി മാത്രം മത്സരിച്ചിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് ആകട്ടെ ഇത്തവണ UDF സ്ഥാനാർത്ഥിയുമായി. ടോബി ജോൺസൺ, 24 കോട്ടയം. അല്ല വിജയകുമാർ, ഇപ്പൊ എത്ര സൗഹൃദമാണെങ്കിലും ചാഴിക്കാടനെ ജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് LDFനേക്കാൾ ജോസ് കെ മാണിയുടെ അഭിമാന പ്രശ്നമാണ്. ചാഴിക്കാടൻ വിശ്വാസവഞ്ചന കാണിച്ചതുകൊണ്ട് ചാഴിക്കാട് തോൽപ്പിക്കുക എന്നത് UDFന്റെ അഭിമാന പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അവിടെ പോരാട്ടം നടക്കുന്നത് PJ ജോസഫും ജോസ് കെ മാണിയും തമ്മിലാണ് യഥാർത്ഥത്തിൽ, അല്ലേ? പക്ഷേ ഹാഷ്മി, ഈ രണ്ടുപേരും ഇപ്പോൾ ചാഴിക്കാടനാണെങ്കിലും ശരി, ഫ്രാൻസിസ് ജോർജ് ആണെങ്കിലും ഇവരുടെ ഒരു പൊതു പ്രത്യേകത തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും അല്ലെങ്കിലും അങ്ങേയറ്റം മാന്യമായി ആളുകളോട് തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകുന്ന വാക്കുകൾ അവർ എവിടെങ്കിലും പറഞ്ഞതായി കേട്ടിട്ടില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് നമുക്ക് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ആളുകളാണ്. ഏത് ഘട്ടത്തിൽ അവർ സംസാരിക്കുമ്പോഴും ബേസിക് ചർച്ച വരികയാണെങ്കിൽ പോലും ഫ്രാൻസിസ് ജോർജ് ചർച്ച വരാറുണ്ടായിരുന്നു. ചർച്ച വരുമ്പോൾ വളരെ സൗമ്യനായി ശാന്തനായി മാത്രം ഏറ്റുമുട്ടലുണ്ടെങ്കിലും അങ്ങനെ ഈ ചർച്ചകളിലൊന്നും ഏറ്റുമുട്ടൽ അത് വ്യക്തിമഹത്വം കൂടിയാണ്. അത് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയും. ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ ഈ എന്താ അയ്യോ അത് കാണുന്നുണ്ട്, വായിക്കണം എന്ന് ചോദിച്ച കമന്റ് കാണുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിലത്തെ സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത് പ്രചരണം എന്ന് പറഞ്ഞാൽ കടുക്കുമല്ലേ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും കൊടുമ്പയിലാണല്ലോ. ഇന്നലെ SKനുമായിട്ട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു ഈ 38 ദിവസം ഇനി 38 ദിവസമുണ്ട്. ഈ 38 ദിവസം ഈ വെയില്, മാർച്ച് ഏപ്രിൽ മാസത്തെ വെയില്, അതിലൂടെ യാത്ര ചെയ്യണം. തന്നെയുമല്ല പ്രവർത്തകര് അവരും പോകണം. പിന്നെ സാമ്പത്തിക ചിലവുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അതൊക്കെ സമാഹരിക്കണം. അങ്ങനെ കരുതിയതിനപ്പുറത്തേക്ക് സമാഹരിച്ചു വെച്ചാലേ കാര്യങ്ങൾ നടക്കും. പിന്നെ ശാരീരിക അധ്വാനം, ചൂട് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട നമ്മുടെ നരേന്ദ്രമോദി വന്ന പരിപാടിക്ക് പോയായിരുന്നു. എൻ്റെ പൊന്നു വിജയുടെ ചൂടെന്ന് പറഞ്ഞാണല്ലോ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. നമ്മുടെ എറണാകുളത്തുള്ള ചൂട് പോലെ പത്തനംതിട്ടയിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്കോർച്ചിങ് ഹോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷീണം, നമ്മളങ്ങ് പിഴിയുന്ന ചൂടാണ്. അപ്പൊ നമ്മുടെ ഫീൽഡിൽ നിരന്തരം വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർമാർക്ക് കൂടി ഒരു സല്യൂട്ട് കൊടുക്കേണ്ട സമയം എനിക്ക് തോന്നുന്നു. ഉറപ്പായും നാളെ എനിക്ക് പാലക്കാട് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. പാലക്കാട് 40 ഉണ്ട്. അപ്പോ അത് നടക്കട്ടെ. ഏതായാലും നമ്മളൊക്കെ അങ്ങ് ഇറങ്ങുകയാണല്ലോ. അപ്പോൾ ഇനി ഒരു ഇടവേളയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ തേടിയുള്ള നമ്മുടെ പതിവ് യാത്ര തുടരും. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ ഇലക്ഷൻ അടിത്തടകളുമായി ഇലക്ഷൻ സ്റ്റണ്ട് അങ്ങ് തുടരുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം സർക്കാർ സർവീസിലെത്തിയ ഒരാളുണ്ട്, മലയാറ്റൂർ രാമകൃഷ്ണനാണ്. 1954 തിരുക്കൊച്ചി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുളങ്ങര പൗലോഫ് ഹോർമിസ് എന്ന ഫെഡറൽ ബാങ്ക് സ്ഥാപകൻ KP ഹോർമിസ് ആയിരുന്നു എതിരാളി. പെരുമ്പാവൂരായിരുന്നു മണ്ഡലം.
തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരമേറ്റ പട്ടം താണുള്ള സർക്കാരിന്റെ കാലത്ത് സഭയിലൊരു ചോദ്യമുയർന്നു. മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സായ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്തുകൊണ്ട് നിയമനം നൽകുന്നില്ല എന്നായിരുന്നു ചോദ്യം. മലയാറ്റൂർ രാമകൃഷ്ണനല്ല, വൈകുണ്ഠം പരമേശ്വരനായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ജോലി നൽകില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുടെ മറുപടി. അത് സഭാരേഖകളിലുണ്ട്. നമ്മളിനി പോകുന്നത് അക്കഥയിലേക്കല്ല. 6-7 വർഷത്തിനു ശേഷം പട്ടം താണുപിള്ള ഐക്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മലയാറ്റൂർ രാമകൃഷ്ണൻ ഒറ്റപ്പാലം സബ് കളക്ടറുമായിരുന്ന കാലത്തേക്കാണ്. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ആദ്യമായി കല്ലേറുകൊണ്ടത് ഉമ്മൻചാണ്ടിക്കല്ല, അത് പട്ടത്തിനാണ്. അന്ന് സുരക്ഷാ ചുമതല മലയാറ്റൂർ രാമകൃഷ്ണനായിരുന്നു. ആ റിപ്പോർട്ടിലേക്ക്. എന്തായിരുന്നു പട്ടത്തിനെതിരായ പ്രക്ഷോഭം? ഫാദർ ജോസഫ് വടക്കന്റെ നേതൃത്വത്തിലുള്ള മലനാട് കർഷക യൂണിയനാണ് സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചത്. കാർഷിക വില തകർച്ചയും ക്ഷാമവുമായിരുന്നു പ്രക്ഷോഭ കാരണം. എന്തായിരുന്നു തൃശൂരിലെ സംഘർഷാവസ്ഥ? മുഖ്യമന്ത്രി പട്ടം താണുപിള്ള റോഡിലിറങ്ങിയാൽ കരിങ്കൊടി കാണിക്കുമെന്ന് ഫാദർ വടക്കൻ പ്രഖ്യാപിച്ച കാലമാണ്. തൃശൂർ ടൗൺ ഹാളിൽ മലനാട് കർഷക യൂണിയൻ കൺവെൻഷൻ നടക്കുന്ന അതേ ദിവസം തൃശൂരിൽ കേരള സംഗീത നാടക അക്കാദമി വാർഷികം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുമുണ്ട്. മുഖ്യമന്ത്രി തൃശൂർ ജില്ലയിൽ നടത്തുന്ന യാത്രകൾക്കെല്ലാം ഒറ്റപ്പാലം സബ് കലക്ടറായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ അകമ്പടിയായി ഉണ്ടാകണമെന്ന് റവന്യൂ മന്ത്രി കെ ചന്ദ്രശേഖരൻ ഉത്തരവിട്ടിരുന്നു. മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞതെപ്പോൾ? വൈകിട്ട് 5:30 യോഗത്തിൽ പങ്കെടുക്കാനായി രാമനിലയത്തിലേക്ക് മുഖ്യമന്ത്രി പ്രവേശിക്കുമ്പോൾ മലനാട് കർഷക യൂണിയൻ രൂപീകരണത്തിന് വന്നവർ കൂട്ടമായി എത്തി കല്ലേറ് തുടങ്ങി. മുഖ്യമന്ത്രിയുടെ ഇടത് നെഞ്ചിൽ തന്നെ ഒരു കല്ല് കൊണ്ടു. കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് കൊള്ളുന്ന ആദ്യത്തെ കല്ലായിരുന്നു അത്. പട്ടത്തിനും മലയാറ്റൂരിനും സംഭവിച്ചതെന്ത്? സുരക്ഷാ ചുമതലയുള്ള മലയാറ്റൂർ രാമകൃഷ്ണനെ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്ന് പട്ടം താണുപിള്ളയും ഭാര്യയും രാമനിലയത്തിൽ വെച്ച് തന്നെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചറിയിച്ചു. പക്ഷേ തിരികെ തലസ്ഥാനത്തെത്തിയപ്പോഴേക്കും പട്ടം താണുപിള്ളയുടെ ജനപ്രീതി ഇടിഞ്ഞു എന്ന് വിലയിരുത്തി കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടിരുന്നു. പട്ടത്തെ പഞ്ചാബ് ഗവർണറാക്കി നിയമിച്ച് ഉത്തരവിറങ്ങി. കോൺഗ്രസ് നേതാവായ ആർ ശങ്കർ മുഖ്യമന്ത്രിയുമായി. 1962 തെരഞ്ഞെടുപ്പിൽ അന്ന് 18 ലോക്സഭാ സീറ്റുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 18 സീറ്റിൽ 4 എണ്ണമാണ് PSPക്ക് കോൺഗ്രസ് കൊടുത്തത്. അതിലൊന്ന് തിരുവനന്തപുരമായിരുന്നു. തിരുവനന്തപുരം പട്ടം താണുപിള്ളയുടെ ഒരു കേന്ദ്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ ശക്തിയുള്ള അല്ലെങ്കിൽ പിന്തുണയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ PSPയുടെ സ്ഥാനാർത്ഥിയാവാൻ പലരും ഉണ്ടായിരുന്നു. PS നടരാജപിള്ള അടക്കമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊന്നും സീറ്റ് കൊടുക്കാതെ PSPയിലെ ഒരു സാധാരണ അംഗം മാത്രമായി അദ്ദേഹത്തിൻ്റെ മരുമകൻ പട്ടം കൃഷ്ണപിള്ളയ്ക്ക് സീറ്റ് കൊടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ നടരാജപിള്ള ജയിച്ചു, പട്ടത്തിൻ്റെ സ്ഥാനാർത്ഥി തോറ്റു. പിന്നീട് കോൺഗ്രസുമായിട്ടും വലിയ തർക്കങ്ങളുണ്ടായി. ആ സമയത്ത് സജീവയാണ് AICC പ്രസിഡന്റ്. ആർ ശങ്കർ AICC പ്രസിഡന്റ് എന്ന സജീവയ്ക്ക് ഒരു കത്തയക്കുന്നു. അതൊരു കുറ്റപത്രം തന്നെയായിരുന്നു, പട്ടത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം. അവസാനം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇനി പട്ടം താണുപിള്ളയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലെത്തി. നെഞ്ചിൽ കല്ലുകൊണ്ട മുഖ്യമന്ത്രിക്ക് ജോലി പോവുകയും മലയാറ്റൂർ രാമകൃഷ്ണൻ നടപടിയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പൊ എന്തായാലും വേരുകളെന്ന നോവൽ എഴുതിയ മലയാറ്റൂർ തന്നെ വേരുകളിലേക്ക് വന്നപ്പോൾ ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. വേരുകൾ കൃതാർത്ഥമായി. അതെ, എനിക്കത് പഠിക്കാനുണ്ടായിരുന്നു. ഈ വേരുകൾ ഞാൻ എൻ്റെ നമ്മൾ പ്രീഡിഗ്രി ആയിരുന്നല്ലോ ആ സമയത്ത്. മലയാറ്റൂരിന്റെ വേരുകൾ പഠിക്കാൻ രഘുവിന്റെ ജീവിതം യഥാർത്ഥത്തിൽ മലയാറ്റൂരിന്റെ കഥ തന്നെയാണ്. ആത്മകഥാംശമുള്ള കഥയായിരുന്നു. അദ്ദേഹം ഒരു IAS സിവിൽ സർവീസ് കിട്ടുന്നു, എപ്പോഴും ഓർക്കും ആ നോവൽ എപ്പോഴും ഓർക്കും. നമ്മൾ പല സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ നോവൽ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. പഴയ വേരുകളിലേക്ക് മടങ്ങി വരും. അതെ, കൂർക്കമഴക്കൂരട്ടിയും പുളിശ്ശേരിയും കൂട്ടി സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് മിക്കവാറും ദിവസം ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് ആ ഭക്ഷണത്തെ പറ്റി. അപ്പോൾ ഇതൊക്കെ ഒരു കാലവും മറവിയിലേക്ക് പോകാത്ത മഹത്തായ അക്ഷരങ്ങളാണ്, അനശ്വരമായ അക്ഷരങ്ങളാണ് അല്ലെ വേരുകളടക്കം. അതെ, അതൊരിക്കലും മറക്കാത്ത നോവൽ. ഇവിടെ വീരപ്പൻ പറയുന്നുണ്ട് കേട്ടോ, ഇത്തവണ ജോസ്മോന്റെ പാർട്ടി കരയും. ഇത്തവണ കോട്ടയം UDF 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. 2 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമേ ഉള്ളൂ LDF. വീരപ്പൻ രാഷ്ട്രീയം പറയാം, പക്ഷേ ഞങ്ങൾ കോട്ടയംകാരെ അവമാനിക്കുകയാണല്ലേ. ഞങ്ങൾ ഫാന്ന് തന്നെയല്ല, ഞങ്ങൾ ഭാരതം എന്നും പറയും. മിനിബാബു പറയുന്നുണ്ട്, ഇപ്പോഴല്ലേ അവർ വെയിൽ കൊണ്ട് ജനങ്ങളെ കാണാൻ പുറത്തിറങ്ങും, അത് കഴിഞ്ഞ് അവരെ കണ്ടു കിട്ടില്ലല്ലോ, ഇപ്പോൾ ഒന്ന് വെയിൽ കൊള്ളട്ടെ എന്ന് പറയാണ്. സ്ഥാനാർത്ഥികളെ പറ്റിയാണ്, എല്ലാവരെ പറ്റി അങ്ങനെ ഉണ്ടോ? എല്ലാവരും അങ്ങനെയാണ്. ഇന്നിപ്പോ ഒരാൾ പറയായിരുന്നു, ഈ അരിക്കൊമ്പൻ കാട്ടാനെ പിടിച്ചു മാറ്റിയതുപോലെ
ഈ പടയപ്പയെ മാറ്റേണ്ടി വരും, എന്താണ് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ എന്ന്. അപ്പോൾ വേറൊരാൾ പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ എത്ര പടയപ്പയെ മാറ്റാനിരിക്കുന്നത്, അപ്പോഴാണ് ഈ കാട്ടിലെ ആന എന്ന് പറഞ്ഞതുപോലെ വെയിലത്താണ്. അപ്പോൾ ഇതിന്റെ ആരെ മാറ്റണം ആരെ നിർത്തണം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കേണ്ടത് വോട്ടർമാരാണ്, അവരുടെ ജനമാണ്. അപ്പൊ ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കും. അപ്പൊ യഥാർത്ഥ ജനം എന്ന് പറഞ്ഞാൽ കോന്നി സുരേന്ദ്രനാണ്. അതെ 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 അതെ. അപ്പോ അടുത്ത സെഗ്മെന്റ് കണ്ടതും കേട്ടതും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളുടെ മഹാചരിത്രം അറിയാൻ പഴയ പത്രക്കടലാസുകളെയാണ് എല്ലാവരും ആശ്രയിക്കുക. എന്നാൽ കോഴിക്കോട് ഇറങ്ങി നടന്നാൽ പഴയ ചരിത്രവും കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. പഴയ ചുവരെഴുത്തുകൾ പലതും മായാതെ നിൽക്കുന്ന സ്ഥലമാണ് അത്. അരനൂറ്റാണ്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എഴുതിയ ചുവരെഴുത്തുകൾ ഇപ്പോഴും ഉണ്ട് കോഴിക്കോട് വലിയങ്ങാടിയിൽ. തെരഞ്ഞെടുപ്പ് ഓർമ്മകളിലെ മായാത്ത കാഴ്ചയാണത്. ജനാധിപത്യം ജയിലിലടക്കിയ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കലപ്പയേന്തിയ കർഷകനടയാളത്തിൽ വോട്ട് ചെയ്യുക. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ എം കമലത്തിനായി എഴുതിയ ചുവരെഴുത്ത്. അന്ന് എം കമലത്തിനായി ഈ ചുവരെഴുത്ത് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത് ഇന്നത്തെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അന്ന് പാർട്ടി യുവജന സംഘടനയുടെ അമരക്കാരനായിരുന്ന സുധാകരൻ 1984 കോൺഗ്രസിലെത്തുന്നത്. വലിയങ്ങാടിയിലെ ഇടുങ്ങിയ വഴികളുടെ ഇരുവശങ്ങളിലായി പഴയ കെട്ടിടങ്ങളാണ്. അതിൻ്റെ ചുവരുകളിൽ ഇപ്പോഴും കാണാം പൂർണ്ണമായി മാഞ്ഞു പോകാത്ത തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ. അന്ന് മറ്റേ ഈ ചാപ്പ ഉണ്ടാക്കിയിട്ട് അതിനെ വെച്ചിട്ട് ബ്രഷ് കൊണ്ട് അടിക്കല. പിന്നെ ചുമരത്ത് പറയുണ്ടാവും, കൈ കൊണ്ട് 100 കലക്കിയിട്ട് ബ്രഷ് ഒട്ടിച്ചിട്ട്. കോഴിക്കോട് വരെ എപ്പോഴും അതേമാതിരി തന്നെയാണ്, ഒരു മാറ്റമില്ല. ഒന്ന് പുരോഗമിച്ചെന്ന് ഒന്ന് ഇതായിട്ടുള്ളൂ, കെറ്റപ്പായിട്ടുള്ളൂ, വേറെ വ്യത്യാസം വന്നില്ല. ഇപ്പോഴും ചുമരത്തുണ്ട്. ഇത് ശരി, അന്ന് ഭയങ്കര കോണി വെച്ചാൽ ലൈറ്റിൽ ഇവിടെ കുറേ സ്ഥലത്ത് എഴുതിയുണ്ട്. ആക്കപ്പോഴും നല്ലതാണ്. ഒന്ന് കുറ്റിച്ചെറിയും കാണാൻ തോന്നുന്നു കുളത്തിൻ്റെ അവിടെ നാളെ കണ്ട ഓർമ്മയ്ക്കുണ്ട്. മഴയും വെയിലും മാറി മാറിക്കൊണ്ടിട്ടും മായാത്ത ചുവരെഴുത്തുകൾ ഇനിയുമുണ്ട് കോഴിക്കോട്ടെ തെരുവുകളിൽ. ചില അക്ഷരങ്ങൾ അവ്യക്തമാണെങ്കിലും ചരിത്രത്തെ ഓർത്തെടുക്കാൻ ഈ എഴുത്തുകൾ മതിയാകും. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വീറും വാശിയും ഈ തെരുവിൽ അവശേഷിക്കുന്നുണ്ട്. പുതിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2024 ചരിത്രമായി മാറും. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ ഓർമ്മകളും ഈ തെരുവുകളിൽ അവശേഷിക്കപ്പെടും. കോഴിക്കോട് നിന്നും മുനീഫ് തിരൂറിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. മായാത്ത ഒരു ചുവരെഴുത്ത് നമ്മളെ എത്ര പതിറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് കൊണ്ടുപോകും അല്ലേ? രാഷ്ട്രീയ ചരിത്രത്തിന്റെ എത്ര പുറകിലേക്ക് നമുക്ക് നടക്കാൻ കഴിയും ആ ഒരു ചുവരെഴുത്തുകൊണ്ട് അല്ലേ? ഇപ്പോഴും ബസ്സിലൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ പഴയ കെട്ടിടങ്ങളിലൊക്കെ മുകളിൽ അല്ലെങ്കിൽ കുറച്ച് ബാക്കിലായിരുന്ന കെട്ടിടങ്ങളിലൊക്കെ ഇങ്ങനെ പഴയ പല കുതിര തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കേരള ഒരു സമയമുണ്ട്. തെങ്ങ്, സൈക്കിള്, ഇതൊക്കെ ഇപ്പോഴും നാട്ടുമ്പുറത്ത് പോയാൽ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് എഴുതിയതും വരച്ചതുമാണ് മായാതെ കിടക്കുന്നത് ഇപ്പോൾ. അതെ, അപ്പോൾ അതൊക്കെ ചരിത്രത്തിന്റെ ചുവരെഴുത്തുകളാണ്, കാലത്തിന്റെ ചുവരെഴുത്തുകളാണ്, മായാതെ കിടക്കട്ടെ. അപ്പോൾ ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ കാണാം വെള്ളിത്തിരയിലെ രാഷ്ട്രീയം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ വിജയകുമാർ, ഇപ്പം ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചതോടുകൂടി നമ്മുടെ മുന്നണികളുടെയൊക്കെ പ്രചരണത്തിന്റെ ഒരു ഹൈപ്പർ ഭാവത്തിൽ ചെറുതായിട്ടും തന്ത്രപരമായി ചവിട്ടി വെക്കുന്നതാണ്. പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയുടെ എനർജി, പ്രവർത്തകരുടെ എനർജി, പിന്നെ സാമ്പത്തികമായ അതൊരു വലിയ ഘടകം തന്നെയാണ്, വലിയ ചെലവ്. അപ്പൊ അതുകൊണ്ടൊന്ന് തൽക്കാലം ചവിട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു വീടുകളിലൊക്കെ കയറുക, ഇപ്പൊ കല്യാണങ്ങൾക്ക് പോവുക, ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ ഉച്ചയ്ക്കും രാവിലെയും ഒക്കെ, വൈകുന്നേരവും രാവിലെയും ഒക്കെ പങ്കെടുക്കാം. ആ മട്ടിലാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടവരെ കാണുക, അങ്ങനെ വലിയ മെഗാ ഷോയും മെഗാ റോഡ് ഷോ ഒക്കെ ഇനി അവസാന സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. പരമാവധി വീടുകൾ കണ്ട ആൾക്കാരെ നേരിട്ട് കണ്ട് എത്രത്തോളം വീടുകൾ കാണാവോ, എത്രത്തോളം പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാവോ, ആൾക്കാരുമായി നേർക്കുനേർ സമ്പർക്കം എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് അതിനുള്ള സമയമുണ്ട്. കാരണം ഇത്രയും ദീർഘമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം പക്ഷേ കേരളത്തിൽ വളരെ റയറായിട്ടേ വന്നിട്ടുള്ളൂ. ഇത്തവണ അത്രയും ദീർഘമായ സമയമുണ്ട്, ഇഷ്ടം പോലാണ് ആളുകളെ നേരിൽ കാണാൻ ഇഷ്ടം പോലെ സമയം. അതിനുള്ള ആള് ഉണ്ടായാൽ മതി. അജിരാജ് പറയാണ്, ഞങ്ങളുടെ കമന്റുകളെല്ലാം, ഞങ്ങളുടെ വോട്ടുകൾ അവതാരകരെ, ഞങ്ങൾ പറയും വാക്കുകളെല്ലാം വോട്ടെണ്ണലിൽ കാണണമേ എന്ന് മുദ്രാവാക്യം പറയാം. ഉറപ്പായും
ഹാഷ്മി വിജയകുമാർ നീതി പാലിക്കാൻ അജിരാജ് എന്താ അല്ല, നമ്മൾ ആ കമന്റുകൾ വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പം നമ്മൾ അത് വായിക്കുകയും ചെയ്തു. ഈ പശുവും കിടാവും തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്നു എന്ന് ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, അത് കോൺഗ്രസിന്റെ പിളർപ്പ് കാലത്താണ് കോൺഗ്രസിലെ ഇന്ദിരാ വിഭാഗത്തിന് പശുവും കിടാവും ചിഹ്നമായിരുന്നു. പിന്നീട് അത് പിളർന്നപ്പോൾ രണ്ടു കൂട്ടരും ഈ ചിഹ്നത്തിന് വേണ്ടി വാദിച്ചു. അവസാനം അത് മരവിപ്പിച്ചു. പിന്നെയാണ് കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നമൊക്കെ ലഭിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം വളരെ രസകരമാണ്. അല്ല, ഞാൻ പറഞ്ഞ ഈ പശുവും കിടാവും ചിഹ്നവും ഇതുപോലെ ചുവരെഴുത്തിന്റെ രൂപത്തിൽ അടുത്ത കാലം വരെ ഇവിടെ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ സിനിമകളിൽ പല രാഷ്ട്രീയ ചുവരെഴുത്തുകൾ കാണാറുണ്ട്, ശ്രദ്ധിക്കൂ എന്ന് എലിസബത്ത് പറഞ്ഞു. ശരിയാണ്, പക്ഷെ അത് ചിലപ്പം ഒന്ന് ആർട്ട് ഡയറക്ടറുടെ വർക്കായിരിക്കും. പക്ഷേ ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ചില വാർത്തകൾ അങ്ങനെ ചുമ്മാ കിടക്കില്ല, ആദ്യം ഇങ്ങനെ എരിഞ്ഞ് കത്തുന്ന വാർത്തകളിലേക്കാണ്. കമ്പക്കെട്ട്. കല ഒരു രാഷ്ട്രീയ നിലപാടാണ്. ആശയപ്രചാരണത്തിന് നാടകവും സിനിമയും പാട്ടുമൊക്കെ രാഷ്ട്രീയത്തിൽ മാധ്യമമാകുന്നത് പുതുസംഭവമല്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ നിരവധി സിനിമകളാണ് ആശയപ്രചാരണ ലക്ഷ്യമിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അണിയറയിൽ ഒരുങ്ങുന്നത് ഏറെയും തീവ്ര ഹിന്ദുത്വയും അതിദേശീയതയും ചേരുവകളാക്കിയുള്ള സിനിമകളാണ്. ഉത്തരേന്ത്യൻ പ്രൊപ്പഗണ്ട രാഷ്ട്രീയത്തിന്റെ അടയാളപ്പെടുത്തലാണ് കൂടുതൽ സിനിമകളും. തെലങ്കാനയിൽ ചലനമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന യാത്ര 2 നായകൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയാണ്. നാടിനെയും കാലത്തെയും മുന്നോട്ട് ചലിപ്പിക്കാനുള്ള മാധ്യമമാണ് സിനിമ. കേവലം കലാസ്വാദനത്തിന് പുറമെ വ്യക്തമായ ദിശാബോധവും രാഷ്ട്രീയബോധവും പ്രേക്ഷകനിലേക്ക് ആഴത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള മാരകശേഷിയുള്ള വിനോദ ഉപാധി. ആ പവറിനെ രാഷ്ട്രീയ മൈലേജിനായി ഉപയോഗിക്കുന്ന സിനിമകൾ അനവധിയാണ് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് പുറത്തിറങ്ങിയത്. సినిమాయిలే రాష్ట్రీయమల్ల కేട്ടോ సినిమా തന്നെ രാഷ്ട്രീയമായവ. దక్షిణేంద్రയിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം సినిమాకుള്ളിലെ రాష్ట్రీయ కథ. నువ్వు చెప్పింది కరెక్టేనయ్యా, నాకు అర్థమైంది. కానీ మనం చెయ్యలేమనే మాట ఈ పాపకి అర్థమయ్యేలా చెప్పు. മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി 2019 YS രാജശേഖർ റെഡ്ഡിയായി എത്തിയ യാത്ര തെലുങ്കു മണ്ണിന്റെ ഹൃദയം കവർന്ന ചിത്രമാണ്. ഹൃദയം കവർന്നതോടൊപ്പം ബോട്ടും കവർന്ന ചരിത്രം യാത്രയ്ക്ക് പറയാനുണ്ട്. ജഗൻമോഹൻ റെഡ്ഡിക്ക് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിക്കൊടുത്തതിൽ നിർണായകമായതും യാത്രാ സിനിമയാണ്. പ്രൊപ്പഗണ്ട സിനിമകൾ വോട്ടുകളെ സ്വാധീനിക്കും എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഇത് ആന്ധ്രാപ്രദേശ് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ യാത്ര രണ്ടാം ഭാഗവുമായി പഴയ അതേ പ്രതീക്ഷയോടെ വരികയാണ്. ഉത്തരേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പ്രത്യയശാസ്ത്രം നിറച്ച് വോട്ട് വാരാൻ ഉറച്ച അനവധി സിനിമകളാണ് കുറഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയത്. ഏറിയതും BJP RSS താൽപര്യങ്ങൾ മുൻനിർത്തി. Frankly, sir, he's the most dangerous man I've ever met. Because in just one meeting, he almost had me convinced that we are. ഗോഡ്സെയും സവർക്കറും ഏറെ ചർച്ചയാകുന്ന ആധുനിക ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് സിനിമയെ കണക്കാക്കുന്നത് സ്വതന്ത്ര വീർ സവർക്കർ തന്നെയാണ്. ചിത്രം സവർക്കർക്കെതിരെ നിലനിൽക്കുന്ന പല പ്രചാരണങ്ങളെയും തകർക്കുമെന്നാണ് സംവിധായകൻ രൺദീപ് ഹൂഡയുടെ പ്രഖ്യാപനം. ചരിത്രത്തിന്റെ അപനിർമ്മിതിയാകും എന്നതടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. ഈ അടുത്തിറങ്ങിയതിലേറെ വിവാദമുണ്ടാക്കിയ സിനിമ ദ കേരള സ്റ്റോറീസ് വസ്തുതകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയെ മുൻനിർത്തിയുള്ള സിനിമയായിരുന്നുവെന്നാണ് വിമർശനം. കശ്മീരിലെ പണ്ഡിറ്റുകളുടെ പലായനത്തെക്കുറിച്ച് പറഞ്ഞ വിവേക് അഗ്നിഹോത്രിയുടെ കശ്മീർ ഫയൽസും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ സിനിമാ പ്രചാരണത്തിൽ പ്രധാനിയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ സർവകലാശാലയിൽ ഉയർന്ന പ്രതിഷേധങ്ങളെ രാഷ്ട്രത്തിനും ദേശീയതയ്ക്കുമെതിരെ ഉയർന്ന ശബ്ദങ്ങളായി ചിത്രീകരിക്കുന്നതാണ് വിനയ് ശർമ്മ സംവിധാനം ചെയ്യുന്ന JNU. തെരഞ്ഞെടുപ്പ് കാഹളത്തിലേക്ക് ഇറങ്ങുന്ന ഏപ്രിൽ ആദ്യവാരം ചിത്രം തിയേറ്ററിലെത്തും. മോദി സർക്കാരിന്റെ ഓരോ നിയമനിർമ്മാണങ്ങൾ പോലും ആഘോഷിക്കുന്ന സിനിമകൾ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായി. जब तक ये स्पेशल स्टेटस है हम उन्हें हाथ भी नहीं लगा सकते और वो लोग हमें आर्टिकल 370 को हाथ लगाने नहीं देंगे. ये बाजी खून की बाजी है, हर घर से निकलेगा बुरहान. അതിൽ പ്രധാനിയാണ് ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ മോദി സർക്കാരിന്റെ തീരുമാനത്തെ അനുകൂലിക്കുന്ന ആർട്ടിക്കിൾ 370. സിനിമ ഇതിനോടകം പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. സിനിമയ്ക്ക് BJP ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ നികുതി ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോത്ര ട്രെയിൻ തീവപ്പും അതിനെ തുടർന്നുള്ള ഗുജറാത്ത് കലാപവും പ്രമേയമാക്കുന്ന 2 സിനിമകൾ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സിനിമ കണ്ട് വോട്ട് ചെയ്യുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും ചിന്തയെ സ്വാധീനിക്കാൻ ഉതകുന്ന സിനിമകൾക്ക് സമദൂരപാതയിൽ നിന്ന് അല്പം ചലിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ആ കാര്യത്തിൽ സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് 24.
ഇത്തരം ഈ രാഷ്ട്രീയ സ്വഭാവമുള്ള സിനിമകൾ ഇറങ്ങുക, അതിന് നികുതി ഇളവ് കൊടുക്കുക, അതിനെ സർക്കാരുകൾ തന്നെ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെ നമ്മൾ സമീപകാലത്ത് കാണുന്ന ഒരു കാഴ്ചയായി മാറിയിരിക്കുന്നു. ഇത് മാസ് മീഡിയ ആണ്, അതിനെ മാസ് പ്രൊപ്പഗണ്ട മീഡിയ ആക്കാം എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുന്നു. അതിന്റെ ഇപ്പം ഇതൊക്കെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് ചോദിക്കാം. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഇത് സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ സ്വാധീനിക്കും എന്ന് പറയാൻ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. സിനിമയ്ക്ക് ആളുകളെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട് എന്നുള്ളത് എത്രയോ നാളുകളായി അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇതിനെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് പക്ഷേ ഇവിടുന്ന് പറയാം. അങ്ങനെയല്ല യാഥാർത്ഥ്യം. എന്താ ഇവിടെ ചന്ദ്രൻ ബി ചോദിക്കുകയാണ്, ഹാഷ്മി നിങ്ങൾ രണ്ടുപേരും ഇന്ന് കറുത്ത വോട്ടിടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കാം. എന്റേത് ഗ്രേ ആണ്, ചേട്ടൻ നീലയാണ്. ചന്ദ്രൻ ചേട്ടൻ എന്തോ കറുത്ത ഗ്ലാസ് വെച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു. അല്ലേ, അത് മാറ്റിയാൽ മതി. ചേട്ടന് കണ്ണ് വളരെ അടിയന്തരമായി ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഒരു നല്ല ഐ സ്പെഷ്യലിസ്റ്റ് എടുത്ത് കണ്ടിട്ട് അല്ലേ. ഒറ്റവെട്ട 2 മുറി നമ്മൾ ആരംഭിക്കുന്നു. വെട്ടൊന്ന്, മുറി 2. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നടി ഖുശ്ബുവിന്റെ വാവിട്ട വാക്ക് പ്രചാരണ ആയുധമാക്കുകയാണ് DMK. കോൺഗ്രസ് നേതാവിന്റെ ചിത്രം പതിച്ച CPM സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ, എങ്ങുമെത്താത്ത NDA ചർച്ചകൾ, പിടികൊടുക്കാതെ വിജയകാന്തിന്റെ DMDK, ഇനിയും സ്ഥാനാർത്ഥി ചിത്രം തെളിയാത്ത തമിഴകത്ത്. പക്ഷേ സിനിമാറ്റിക് ആണ് ഗ്രൗണ്ടിലെ കാര്യങ്ങൾ. മധുര സീറ്റിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥി സു വെങ്കടേശന്റെ പോസ്റ്ററാണ് കഴിഞ്ഞ 24 മണിക്കൂറായി ചർച്ചാ വിഷയം. ഒരു CPM സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രമുണ്ടാക്കുന്ന ചർച്ച അത്ര ചെറുതാവില്ല. സിറ്റിംഗ് MP-യാണ് സു വെങ്കടേശൻ. കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും പോസ്റ്റർ എത്തി. ചെറുതായെങ്കിലും ചില സംസ്ഥാന ഇന്ത്യ മുന്നണി നേതാക്കളുടെ തലകൾ പോസ്റ്ററിലുണ്ട്. ദേശീയ ബദലായി ഉയർത്തിയ പിണറായി വിജയന്റെ പടം ഇതിൽ കാണുന്നുണ്ടോ എന്നതാണ് ട്രോളന്മാരുടെ ചോദ്യം. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇല്ല, മറ്റു താത്വിക ആചാര്യന്മാർ ആരുമില്ല. സ്ഥാനാർത്ഥിയേക്കാൾ വലിപ്പമുണ്ട് സ്റ്റാലിനും രാഹുൽ ഗാന്ധിക്കും. ഖുഷ്ബുവിന്റെ സിനിമാ സ്റ്റൈൽ പ്രസംഗത്തിലെ പഞ്ച് ഡയലോഗ് തലതിരിഞ്ഞു പോയത് BJP ക്യാമ്പിന് വിനയായി. സ്ത്രീകൾക്ക് മാസം തോറും 1000 രൂപ ഭിക്ഷ കൊടുത്താൽ വോട്ട് കിട്ടുമെന്നാണോ DMK-യുടെ വിചാരം? முதலமைச்சர் அவர்கள் என்ன பதில் கொடுக்க போறாரு? இன்னைக்கு தாய்மார்களுக்கு 1000 ரூபாய் கொடுத்தா, பிச்சை போட்டா நீங்க அவங்க வாக்களிச்சிருவாங்க உங்களுக்கு. ஏன் நீங்க டாஸ்மாக் மூடுங்களே. ഭിക്ഷ എന്ന പ്രയോഗത്തിലൂടെ BJP-ക്ക് സ്ത്രീകളോടുള്ള മനോഭാവമാണ് പുറത്തു വന്നതെന്ന് DMK പ്രചാരണം നല്ലതുപോലെ കത്തിക്കയറുന്നുണ്ട്. മുന്നണി വിപുലീകരിക്കാനുള്ള ചർച്ചകൾ എങ്ങുമെത്താതെ നിൽക്കുമ്പോഴാണ് ഖുഷ്ബുവിന്റെ പ്രസംഗം ബോക്സ് ഓഫീസിൽ പൊളിഞ്ഞത്. അണ്ണാ DMK ഗ്രൂപ്പുകൾ OPS-ഉം EPS-ഉം തമ്മിലുള്ള 2 ചിഹ്ന തർക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലെത്തി. തനിക്ക് 2 കിട്ടിയില്ലെങ്കിൽ ആർക്കും കൊടുക്കരുതെന്ന വാദമാണ് O പനീർസെൽവം മുന്നോട്ട് വയ്ക്കുന്നത്. പണ്ട് MGR-ന്റെ മരണശേഷം ജാനകി രാമചന്ദ്രനും ജയലളിതയും ഇതുപോലൊരു തർക്കത്തിലൂടെ അണ്ണാ DMK-യെ 2ആയി പിളർത്തി. ചിഹ്നത്തിനായി 2 പക്ഷവും വാദിച്ചു. ആർക്കും കിട്ടിയില്ല. ജയലളിതയ്ക്ക് കിട്ടിയത് കൂവ്ഹീൻഡ്ര സേവൽ, അതായത് കൂകുന്ന കോഴി. ജാനകി രാമചന്ദ്രന് കിട്ടിയത് ജോഡിപ്പുറ, അതായത് ഇണപ്രാവുകൾ. അന്ന് നേട്ടം കോഴിക്കായിരുന്നു. പക്ഷേ ഭരണം കിട്ടിയില്ല. അന്ന് MGR മരിച്ചപ്പോൾ തുടങ്ങിയതാണ് അടി. ചിഹ്നവും മരവിപ്പിച്ചു. ഇപ്പോൾ കഥ ആവർത്തിക്കുന്നു. മരിച്ചത് ജയലളിത എന്നതു മാത്രമാണ് വ്യത്യാസം. സ്ഥാനാർത്ഥികളുടെ പട്ടിക പൂർണ്ണമായും വന്നില്ലെങ്കിലും നിലവിലെ സ്ഥിതി ഏതാണ്ട് പ്രവചിക്കാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷേ എങ്ങും ചേരാതെ നിൽക്കുന്ന 2 പ്രബല പാർട്ടികൾക്കാണ് ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ ശക്തിയുള്ളത്. അത് വിജയകാന്ത് സ്ഥാപിച്ച DMDK-യും ഡോക്ടർ രാംദോസിന്റെ പാട്ടാളി മക്കൾ കക്ഷിയുമാണ്. DMK മുന്നണി ചർച്ചകൾ അവസാനിപ്പിച്ച് മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികളെ നോക്കിത്തുടങ്ങി. അഭിമുഖ പരീക്ഷ ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിനിടയിലാണ് ഒരു പ്രധാനപ്പെട്ട സഖ്യ നീക്കം തമിഴ്നാട്ടിൽ ഉണ്ടായത്. അവിടെ പട്ടാളി മക്കൾ കക്ഷി PMK ആ സഖ്യം NDA-ക്കൊപ്പം NDA സഖ്യത്തിലായിരിക്കും അവരുണ്ടാവുക. ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുത്തു. 7 ലോക്സഭാ സീറ്റുകളും 1 രാജ്യസഭാ സീറ്റും നൽകും എന്നാണ് പുറത്തുവരുന്ന വിവരം. നാളെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുമായി ഈ ഡോക്ടർ അൻപുമണി രാംദോസ്, ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം ഡോക്ടർ രാംദോസ് ആണ് അതിന്റെ അദ്ദേഹമാണെന്ന് തോന്നുന്നു അതിന്റെ ചെയർമാൻ അല്ലേ. അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടേക്കുമെന്ന് വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ മണ്ണിയാർ സമുദായത്തിനുണ്ടല്ലോ വലിയ സ്വാധീനമുള്ള കൊങ്കുനാട്ടിലെ ഒരു BJP ലക്ഷ്യം വയ്ക്കുന്ന കൊങ്കുനാട്ടിൽ തമിഴ്നാട്ടിലെ മൂന്നാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വേണമെങ്കിൽ PMK പറയാവുന്ന കക്ഷിയാണ്. പക്ഷേ ഒരു കാര്യമുള്ള ഹാഷ്മി, അതിനു മുമ്പ് നമ്മളുടെ പരസ്യൽ ഗലാട്ട റിപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റർ ഉണ്ടായിരുന്നു. കേരളത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതായത്
അവിടുത്തെ CPM സ്ഥാനാർത്ഥിയുടെ പടവും സ്റ്റാലിൻ്റെ പടവും, സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയും വലിയതും, സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി ചെറുതാണ്, സീതാറാം യെച്ചൂരി, പിണറായി വിജയൻ ഒന്നുമില്ല അവിടെ. അപ്പം ഇതൊക്കെ വേണോ അവിടെ വോട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആവണം എന്നതാണോ നമ്മൾ ഇന്നലെ ചർച്ചയ്ക്കകത്തും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ടായിരുന്നു. BJP പ്രതിനിധികൾ സ്ഥിരമായി പറയുന്നതാണ് നിങ്ങൾക്ക് ഇവിടെയാണുള്ളത്. എന്തായാലും തമിഴകത്ത് അവിടെ സഖ്യ നീക്കങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ DMK കട്ടയ്ക്ക് പറയാണ് ഞങ്ങൾക്ക് പോയ തവണ എന്താണ് ഒരൊറ്റ സീറ്റ് പോലും നഷ്ടപ്പെടാതെ ഇക്കുറി ഞങ്ങൾ മൊത്തം പിടിക്കും. BJP അവിടെ വെള്ളം വെക്കണ്ട എന്ന് പറയുകയാണ്. പക്ഷേ നരേന്ദ്രമോദി അടക്കം അവിടെ പലയാവർത്തി പോകുന്നു. രാമനാഥപുരത്ത് മത്സരിച്ചേക്കും എന്ന സൂചനകൾ ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും മനസ്സിൽ ഗലാട്ടം അടുക്കും തമിഴ്നാട്ടിൽ. അതെ. അപ്പോൾ ഇനി ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ കേരളത്തിന് പുറത്തെ തെരഞ്ഞെടുപ്പ് ഗോതകളിലേക്കാണ് ഇനി കാണാം സ്റ്റേറ്റ് സ്കാൻ. കർണാടകയിലെ പോലെ BJPയും കോൺഗ്രസും നേർക്കുനേർ പോരിനിറങ്ങുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. BJP സമ്പൂർണ്ണ ജയം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവേകളെല്ലാം വിജയം പ്രവചിച്ചത് കോൺഗ്രസിനാണെങ്കിലും ജയിച്ചത് BJP ആണ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് രാഷ്ട്രീയ നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ്. ഒരുപാട് ചരിത്രമൊന്നും പറയാനില്ല ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ഛത്തീസ്ഗഡിന്. 2000-ൽ മധ്യപ്രദേശിൽ നിന്ന് അടർന്നു മാറി സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ നടന്നത് 4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ. ഓരോ തവണയും മൃഗീയ ഭൂരിപക്ഷത്തോടെ BJP സ്ഥാനാർത്ഥികളെ ഛത്തീസ്ഗഡ് ലോക്സഭയിലേക്ക് അയച്ചു. ആകെ 11 ലോക്സഭാ മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ആദ്യ 3 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ജയിക്കാനായത് ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രം. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിന് വിരുദ്ധമായി 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ സംസ്ഥാനം പിടിച്ചതാണ്. പക്ഷേ തൊട്ടടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം BJPക്ക്. 11-ൽ കോൺഗ്രസിന് വിട്ടുകൊടുത്തത് 2 സീറ്റുകൾ. 4 മാസം മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്തവണ മുഴുവൻ സീറ്റിലേക്കും കണ്ണുവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP ഇറങ്ങുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുക. സംസ്ഥാനത്തിന്റെ പുത്രൻ എന്ന ഭൂപേഷ് ബഘേലിന്റെ മുഖമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. എല്ലാ വ്യക്തിപ്രഭാവങ്ങൾക്കും മുകളിൽ മോദി ഫാക്ടർ നന്നായി ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്നാണ് BJP കണക്കുകൂട്ടൽ. ബാഗേലിനെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ മഹാദേവ് ബെറ്റിംഗ് കേസിൽ പ്രതി ചേർത്തത് രാഷ്ട്രീയമായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും എല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാണ്. കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രചാരണ വേദികളൊക്കെ കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുന്നുമുണ്ട്. എന്നാൽ 30% വരുന്ന ആദിവാസികളെ ഒപ്പം കൂട്ടി തെരഞ്ഞെടുപ്പിൽ അനായാസ ജയം നേടാനുള്ള ശ്രമത്തിലാണ് BJP. വരുൺ വി നായർക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.